أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يرمون المحسنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدا ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. വല്ലദീന എന്താ ചെയ്യേണ്ടത്? വല്ലദീന ആ വസിലിൻ്റെ അംശയാണ്, ഉച്ചാരണം ഉണ്ടാവില്ല അല്ലേ? വ അല്ലദീന എന്ന് കാണാൻ ഖുർആനിൽ, പക്ഷേ ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ. ദീ എന്നുള്ളത് 2 കതിർ നീട്ടുക. യർമൂനൽ മഹ്സനാത്തി അവിടെയും എന്താണ്? ആ വസിലിൻ്റെ അംശയാണ്, ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഓതണം? യർമൂനൽ, പിന്നെ മഹ്സനാത്തി, പിന്നെ സുമ്മ എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി ഓതണം. സുമ്മലം യഅ്തു കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? വാവിൻ്റെ ശേഷം എങ്ങനെ? പിന്നെ യഅ്തു, പുതിയ ആളുണ്ട് ഇവിടെ, കണ്ടില്ലേ? മുദവ്വറായ സുക്കൂന് വന്നാൽ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ എന്തോതിയാൽ മതി? യഅ്തു. സുമ്മലം യഅ്തു ബി അർബഅതി ബി അ ഉച്ചരിക്കണം, കാരണം ഖത്തയിൻ്റെ അംശയാണ്. പിന്നെ ശുഹദാ അവിടെയോ 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കൊള്ളണം. അതിൻ്റെ പേര് മദ് മുത്തസിൽ. പിന്നെ ഫജിലിദൂഹും, അവിടെ ഫ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്, എന്തില്ല? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ഫജിലിദൂഹും എന്ന് ഓതാൻ പാടില്ല എന്നർത്ഥം. 80 ജൽദ, പിന്നെ അവിടെ കൂട്ടി ഓതാണ് ഏറ്റവും നല്ലത്. ജൽദതം വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ. ഷഹാദത്തൻ അവിടെ എന്താക്കിയാൽ മതി? ഇൽഹാറാക്കിയാൽ മതി. എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാനോ ഇദ്ഗാം ചെയ്യാനോ ഇഖ്ഫാ ചെയ്യാനോ പാടുള്ളതല്ല. അപ്പോൾ ഷഹാദത്തൻ അബദ, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, ഖത്തയിൻ്റെ അംശയാണ്. പിന്നെ വ ഉലൈക അവിടെയും വാവ് ഉണ്ടാവും അല്ലേ? ഊ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഊ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ കാണുന്നത്? ഈ മുദബ്ബറായ സുക്കൂനുള്ള ഒരു വാവുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ഉലായിക്കാന്ന് ഓതണ്ടെന്നർത്ഥം, ഊന്ന് ഓതണ്ടെന്നർത്ഥം. മറിച്ച് എന്തോതുക? ഉലൈക. എത്ര കതിർ നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വ ഉലൈക ഹുമുൽ ഫാസിഖൂൻ എത്ര നീട്ടണം? 4 മുതൽ 6. അൽ ഫാസിഖൂന്നിലോട്ട് അലിഫിന് എന്തില്ല? ചാനല്ല, വസിലിൻ്റെ അംശയാണ്. പിന്നെ ഇല്ലല്ലദീന അവിടെ ഇല്ല നീട്ടാനൊരു അലിഫില്ലേ? ഇല്ല നീട്ടാനൊരു അലിഫുണ്ടല്ലോ അല്ലേ? ഈ അലിഫില്ലേ? പിന്നെ അല്ലദീനയിലൊരു അലിഫില്ലേ അല്ലേ? ഇതിനും ഉച്ചാരണമല്ല, ഇത് രണ്ടിനും ഉച്ചാരണമല്ല. അപ്പം എങ്ങനെ ഓതണം? ഇല്ല അല്ലദീന എന്ന് ഓതണ്ട. ഇല്ലല്ലദീന 2 അലിഫിൻ്റെ ഉച്ചാരണം പോകും. ഇൽത്തിക്ക ഉസാക്കിനൈൻ എന്ന രൂപത്തിൽ 2 അലിഫിൻ്റെയും ഉച്ചാരണം പോകും. പിന്നെ ഇല്ലല്ലദീന താബു അവിടെ നമ്മൾ പറഞ്ഞ അലിഫ് കയറി വന്നാണ്, അതിന് ഉച്ചാരണമല്ല. പിന്നെ മിൻ ബാദിന്നോ ഓതണ്ടേ? മിംബാദി അതിനെന്താ പേര് പറയാ? എന്താ പേര് പറയാ?
സാക്കിനായ നൂനിൻ്റെ ശേഷം ബ വന്നാൽ എന്താക്കണം? ആ നൂനിനെ മീമാക്കി, അതുകൊണ്ട് ഒരു കുട്ടി മീമുണ്ടാവും അതിൻ്റെ മുകളിൽ അല്ലേ? ഈ പിന്നെ ബാവ് വന്നാൽ ആ നൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മറിച്ച് ഓതുക. അതിന് പറയുന്ന പേരാണ് ഇഖ്ലാബ്. ഇഖ്ലാബ്. അപ്പോൾ എങ്ങനെ ഓതണം? മിം ബഅദി, മിം ബഅദി, പിന്നെ മിം ബഅദി ദാലിക, പിന്നെ വ അസ്ലഹു. വ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അ ഉച്ചരിക്കണം. ഖത്തയിൻ്റെ അംസയാണ്. വസ്ലഹു എന്ന് ഓതാൻ പാടില്ല എന്നർത്ഥം. വ അസ്ലഹു, വ അസ്ലഹു. അവിടെയുണ്ട് അലിഫ്, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ഫ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അവിടെ ഗഫൂറുൻ റഹീം എന്ന് കാണാം എഴുത്തിൽ. ഇദ്ഗാം ചെയ്യുമ്പോൾ എന്തില്ല? മണിക്കാനും പാടില്ല, ആ ഒരു ലൊമ്മിനെ ഉച്ചരിക്കാനും പാടില്ല. ആദ്യത്തേൽ 2 ലൊമ്മില്ലേ, റുന്ന് പറഞ്ഞെടുത്ത്, പിന്നെ ഇതുമില്ലേ. അപ്പം ഈ ഒരു ലൊമ്മടെ ഒഴിവാക്കി ഉച്ചരിക്കാം. വഫൂറു റ, വഫൂറു റ. പക്ഷെ മണിക്കാനേറ്റ പാടില്ല. മണിക്കാൻ ഇദ്ഗാം ചെയ്യണം, പക്ഷെ എന്തില്ല? ഇദ്ഗാം വേണം, പക്ഷെ എന്തില്ല? ബിലാ ഉന്ന അല്ലെങ്കിൽ ബിഗൈരി ഉന്ന, രണ്ടും പറയാറുണ്ട്. ഉന്നത്തില്ലാതെ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ 2 ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഉറക്കോതിയൊക്കെ അഴുതുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം? ഉണ്ടോ? ഇല്ല. ആരെന്തോ കൈ ഒന്നിച്ചോ? ഇല്ലല്ലേ? നാർത്ഥം പറഞ്ഞോടി. വല്ലദീന യാതൊരു കൂട്ടർ. യർമൂന റമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എറിയാന്നാ അല്ലേ? യർമൂന എറിയ, ആരോപിക്കുക എന്നാണ് ഉദ്ദേശാർത്ഥം. അൽ മുഹ്സനാത്ത് പറഞ്ഞാൽ ചാരിത്രവതികളായ അല്ലെങ്കിൽ സൽവൃത്തരായ, പിന്നെ സൂക്ഷ്മത പാലിക്കുന്ന ഒരുപാട് അർത്ഥമുണ്ട്. വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അത്തരം സ്ത്രീകളെ ആരോപിക്കുന്നവർ എന്താരോപിക്കാണ്? വ്യഭിചാരം ആരോപിക്കുന്നവർ. സുമ്മ എന്നിട്ട് ലം യഅ്തു അവർ വന്നില്ല. ബി അർബഅത്തി ശുഹദാ 4 സാക്ഷികളെയുമായി വന്നില്ല, 4 സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്തില്ല എങ്കിൽ ഫജിലിദൂഹും നിങ്ങൾ അവരെ അടിക്കണം. 80 ജൽദത്തൻ 80 അടി അടിക്കണം. വലാ തഖ്ബലൂ ലഹും അവരോട് നിങ്ങൾ സ്വീകരിക്കരുത്. ഷഹാദത്തൻ സാക്ഷ്യം സ്വീകരിക്കരുത്. അബദ ഒരിക്കലും സാക്ഷ്യം സ്വീകരിക്കരുത്. വ ഉലായിക ഹുമുൽ ഫാസിഖൂൻ അവർ തമ്മാടികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഫാസിഖീങ്ങൾ തന്നെയാണ്, അധർമ്മകാരികൾ തന്നെയാണ്. വ ഉലായിക അവർ, ഹും അവർ തന്നെ, അൽ ഫാസിഖൂൻ അധർമ്മകാരികളാണവർ. ഇല്ലല്ലദീന താബു ഇല്ലല്ലദീന ഒരു കൂട്ടരൊഴികെ, താബു അവർ പക്ഷാതപിച്ചു. പിന്നെന്താ? മിം ബഅദി ദാലിക അതിനുശേഷം അവർ പക്ഷാതപിച്ചു, അവരൊഴികെ. വ അസ്ലഹു അവർ നന്നായി ജീവിക്കുകയും ചെയ്തു. ഫ ഇന്നല്ലാഹ അപ്പോൾ തീർച്ചയായും അല്ലാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീം
അങ്ങേറ്റം കാരുണ്യം കാണിക്കുന്നവനുമാണ്, കരുണാനിധിയുമാണ് എന്നർത്ഥം. തിരിച്ചു വരിക, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു റമ എന്ന പദമാണ് അള്ളാഹു തആല ഇവിടെ ഉപയോഗിച്ചത്. റമ എന്ന അസില്ല പദം കൊണ്ട് ഉദ്ദേശിക്കണം എന്താ? സാധാരണ നമ്മൾ എന്തിനാ പറയാ റമ 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 എന്ന് പറഞ്ഞാൽ എറിയാന്നാ അല്ലേ? റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു, എറിയുക എന്നാണ്. പക്ഷേ ഇവിടെ അതിന് അറബി ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് എന്ത്? ഖദഫ അല്ലേ? എറിഞ്ഞു, ആരോപിക്കുക എന്ന ഉദ്ദേശാർത്ഥം. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പദം പറഞ്ഞത്? അതിലുള്ള ഹിക്മത്ത് എന്താ? കഴിഞ്ഞ ആഴ്ച നമ്മളത് വിശദീകരിച്ചു. എന്താ? സാധാരണ ഏറാണോ? അല്ല. ഒരു കട്ടിയുള്ള കല്ല് കൊണ്ട് അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള സാധനം കൊണ്ട് മറ്റൊരു സാധനത്തെ എറിയുന്നതിനാണെന്ന് പറയാം റമ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്തിനാണ് ശക്തിയുള്ള ഒരു ആയുധം കൊണ്ട് അല്ലെങ്കിൽ ശക്തിയുള്ള കട്ടിയുള്ള ഘനമുള്ള ഒരു കല്ലുകൊണ്ട് ഒരാളെ എറിയുന്നത്? എന്തിനാ? അയാളുടെ തല എറിഞ്ഞു പൊട്ടിക്കണം അല്ലേ? അയാളെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു. അയാളെ വെറുതെ കണ്ട് ഓട്ടാനാണെങ്കിൽ ആ കൈയെടുത്ത് ഇങ്ങനെ ആക്കിയാൽ പോരെ അല്ലേ? എറിയുന്ന പോലെ ആക്കിയാൽ പോരെ. പക്ഷെ അങ്ങനത്തെ എറിനല്ല, മറിച്ച് അയാളെ നശിപ്പിക്കണം എന്ന ഉദ്ദേശപ്രകാരമാണ് നമ്മളൊരു കല്ലെടുത്ത് മറ്റൊരാളെ എറിയുന്നത്. അയാളെ ആ ഒറ്റ ഏറ് കൊണ്ട് അയാൾ അവിടെ ഔട്ടാവണം എന്ന ഉദ്ദേശമാണ്. ഇതേപോലെ എൻ്റെ ശത്രുവായ ഒരാളെ ഞാൻ ആരോപിക്കുമ്പോൾ, ആരോപണം നടത്തുമ്പോൾ ആ ആരോപണത്തിൻ്റെ പിന്നിലും എന്താണ്? അയാളെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരോപണം നടത്തുന്നതിനാണ് എന്ത് പറയാ? യർമൂന എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതിലെ സൂത്രം മനസ്സിലായില്ല നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അത്ര ശക്തമായ ഒരു ഏറിന് ഓടാണ് ഈ ആരോപണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുള്ളത്, തുലനം ചെയ്തിട്ടുള്ളത്. അത്ര ശക്തിയാണ്. എന്താ അതിലുള്ള ഹിക്മത്ത്? അതിലിപ്പോൾ എന്താ ഹിക്മത്ത്? ഞാനിപ്പോൾ ഞങ്ങളെ പറ്റിയൊരു പരാതിയോട് പറയാം. എന്താ അപ്പം നിങ്ങൾക്ക് എന്തേലും പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളെ വ്യഭിചാരി എന്ന് പറയാം, ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ വ്യഭിചാരിണി എന്ന് വിളിക്കുക. ആ ആണിനോ ഈ പെണ്ണിനോ ഞാൻ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഓല പൈസ ഓല മുതൽ കുറഞ്ഞുണ്ടോ? ഓല ശരീരത്തിന് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഒന്നും ബാധിക്കണില്ല. പിന്നെ ഇപ്പം എന്തിനാ ഇത്രമാത്രം ശക്തമായ 80 അടിയും പിന്നെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കലും പുറമെ അവർ ഫാസിക്കീങ്ങളാണ് എന്ന് പറഞ്ഞ 3 ശിക്ഷാ നിയമം അല്ലാഹു തആല അത് പറയുന്ന ആൾക്ക് കൊടുക്കാനുള്ള കാരണം എന്താ? ഞാൻ അയാളുടെ സമ്പത്തല്ല നശിപ്പിക്കണത്, അയാളുടെ ശരീരത്തെയുമല്ല നശിപ്പിക്കണത്, മറിച്ച് ഞാൻ നശിപ്പിക്കണത് എന്താ? അയാളുടെ അഭിമാനം, മാനം, അയാളുടെ മാന്യതയാണ് ഞാൻ എന്ത് ചെയ്യണത്? നശിപ്പിക്കണത്. അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ, യഥാർത്ഥ സ്വതന്ത്രനായ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ്റെ ശരീരം ജീവിക്കാൻ അന്നപാനീയം, വെള്ളവും ഭക്ഷണവും വായുവും ആവശ്യമായതുപോലെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സുന്ദരമായ സുഗമമായ ജീവിതത്തിന് അവനൊരു മാന്യത, അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. അതും ക്ലിയറായിരിക്കണം. ആ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്താ? ഓൻ കുറേ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ജീവിതമാവില്ല. അപ്പം മാന്യതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകിയിട്ടുണ്ട്? വലിയ പ്രാധാന്യം നൽകി. ആ മാന്യതക്ക് എന്തെങ്കിലും കളങ്കം വരുത്തുക എന്നുള്ളത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പം ഈ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, ചെറിയ ഒരു വാക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കാമുകിയോട് ഞാൻ പറയുമ്പോൾ പിറ്റേന്ന് ഓളെ കാണൂല, ഓളെന്താവും? തൂങ്ങിയിട്ടുണ്ടാവും. എന്തേ ഇപ്പോൾ ഇവിടെ പ്രശ്നം വന്നത്? എന്തേ വന്നത്? ഭക്ഷണം കിട്ടാനിട്ടാണോ? പിന്നെ വേറെന്തെങ്കിലും വെള്ളത്തിൻ്റെ കുറവാണോ? ഒന്നുമല്ല.
അഭിമാനം എന്ന് പറയുന്നത് അതിന് ക്ഷതം വരുമ്പോൾ, മാന്യതയ്ക്ക് ക്ഷതം വരുമ്പോൾ വിശ്വാസി അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ ആത്മഹത്യക്ക് വരെ ശ്രമിക്കും. അത്ര വലിയ ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. മനുഷ്യൻ്റെ അഭിമാനം, മാന്യത, മാനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ആലോചിച്ച് നോക്കുങ്ങൾ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തീന, അള്ളാഹുവിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് പ്രവാചകൻ്റെ ഭാര്യയായ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളായ ആയിഷ ബീവിയെ പറ്റി ഒരു പരാതി പറയുന്നുണ്ടല്ലോ, ആരോപണം പറയുന്നുണ്ടല്ലോ. ആ ആരോപണത്തിന് ശേഷമാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നത്. ഏതായാലും ആരോപണവുമായി ബന്ധപ്പെട്ടതാണ്. ആ പിന്നെ ആരോപണം, അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ ബീവിയെ പറ്റി ഇല്ലാത്ത പരാതി പറഞ്ഞ് പരത്തി അല്ലേ. ബാപ്പാര അബൂബക്കർ, രണ്ടും പ്രമുഖർ അല്ലേ, ഇസ്ലാമിൻ്റെ നെടുംതൂണുകൾ. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ എത്ര കാലം നീണ്ടുപോയി, മാസക്കാലം നീണ്ടുപോയി അല്ലേ. നബിക്കൊന്നും പറയാൻ കഴിയണില്ല, അബൂബക്കർ റളിയല്ലാഹുവിനും എന്നും പറയാൻ കഴിയും. അവസാനം എന്ത് ചെയ്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീബി നിരപരാധിയാണ്, അവർ കറ്റുകെട്ടി പറഞ്ഞതാണ് എന്ന് അവരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് ആയിഷ ബീബിയുടെ നിരപരാധിത്വം തെളിഞ്ഞത്. ഇവിടെ നമ്മുടെ ചിന്താവിഷയം, ആയിഷ ബീബിയെ പറ്റി ഈ വിഷയത്തിൽ ഒരു ആയത്തിറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു വലിയ മല, ആ മലക്ക് വിള്ളലുണ്ടായാൽ എന്ത് ചെയ്യും? ഒരു പിന്നെ മലവെള്ളപ്പാച്ചിൽ വന്നില്ലേ ഇപ്പോൾ അല്ലേ, മലക്ക് വിള്ളലുണ്ടായാൽ എന്ത് ചെയ്യും? ആ മലയുടെ ഓരങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും ഒന്നടങ്കം എന്ത് ചെയ്യും? നശിച്ചു പോവും അല്ലേ. വലിയ കുന്ന് പോലുള്ള ജബൽ ഉമർ പോലുള്ള ഒരു മല, അതിനൊരു വിള്ളലാൻ സംഭവിച്ചു. അതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ല നിങ്ങൾ വീടുകൾ, വിള്ളലാൻ സംഭവിച്ചാൽ എന്താ? ഒക്കെ പൊട്ടി തകർന്ന് താഴോട്ടിടുകയും ആകമാനം നശിക്കും. ഇതേപോലെ മുസ്ലിം സമുദായം അതിൻ്റെ കെട്ടുറപ്പോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിത കാലഘട്ടത്തെ വളരെ കുറ്റമറ്റ രൂപത്തിൽ കെട്ടുറപ്പോട് കൂടി ഒരു മലയെപ്പോലെ ഇങ്ങനെ പോവാം. അതിന് വിള്ളലുണ്ടാക്കും. എന്ത്? ഈ പരാതി പറഞ്ഞാൽ അല്ലേ, അതും ആയിഷ ബീബിയുടെ പേരിലുള്ള പരാതിയാകുമ്പോൾ കേവലം ആയിഷ ബീബിക്ക് മാത്രമാണോ അതിൻ്റെ പ്രയാസം ഉണ്ടാവുക? ഭർത്താവായ മുഹമ്മദ് നബിക്കുണ്ടാവും, പിതാവായ അബൂബക്കർ റളിയല്ലാഹുവിനുണ്ടാവും, ആയിഷ ബീബിയുടെ കുടുംബത്തിനുണ്ടാവും അല്ലേ. അപ്പം അതൊരു വലിയ ഒരു മല പൊട്ടി വീഴുന്നത് പോലെ ഒരു പ്രതീതിയാണ് മുസ്ലിം സമുദായം, ഉമ്മത്തുൽ ഇസ്ലാം മുസ്ലിമ എന്ന് പറയുന്ന ആ സമുദായത്തിന് ബാധിക്കുന്ന. പിന്നെ അങ്ങനെ ഒരു ആയത്ത് നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഇതിൽ വരുന്നുണ്ട്. ആ ആയത്ത് അള്ളാഹു തആല അവതരിപ്പിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഇസ്ലാമിൻ്റെ അവസ്ഥ? ആലോചിച്ച് നോക്കുങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ലവരായ സത്യവിശ്വാസിനികളായ പതിവ്രതകളായ സ്ത്രീകളെ ആരെങ്കിലും ആരോപണം ചെയ്യാൻ ഇങ്ങനെ ഒരു ഹദ്, ഒരു ശിക്ഷാ നിയമം അള്ളാഹു തആല വെച്ചതിലുള്ള യുക്തി അതാണ്. അതുകൊണ്ട് നാവെടുത്താൽ എന്ത് പറയാൻ പാടില്ല? പരാതി പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം അല്ലേ. പരാതി പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്വന്തം ഭാര്യയെ ചിലപ്പോൾ ഒരു സംഗതി ചെയ്യണ കണ്ട് അയാൾ പിന്നെ എങ്ങനെ ആരോപണം ചെയ്തു, എന്തോ ഒരു തെളിവ് ഞാനവിടെ കടന്നു വന്നപ്പോൾ ആ വാതിൻ്റെ അടകൂടെ ഒരാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ശരിക്കും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആരോപണം പറഞ്ഞു എന്ന് കൂട്ടുക. ശരിയായ ഭർത്താവ് പറയൂല. എന്താ പറയാത്തത്? ഒന്ന്, വ്യക്തമായ തെളിവില്ല. രണ്ട്, അഥവാ പറഞ്ഞാൽ അതുകൊണ്ട് വരാൻ പോകുന്ന വിപത്തെന്താ? ശേഷം മരണം വരെ ജീവിക്കുന്ന മക്കളുണ്ടാവും. ഈ മക്കൾ എന്താ പറയുക? ആ വ്യഭിചാരിൻ്റെ കുട്ടിയാണത് എന്നും അഭിമാനത്തിന് തല ഉയർത്തി നടക്കാൻ ആ മക്കൾക്ക് കഴിയില്ല. ഈ വാപ്പിമ്മി മരിച്ചാൽ പോലും ഈ മക്കളുടെ അവസ്ഥ. അപ്പം ഇങ്ങനെ ഒരു ശിക്ഷാ നിയമം എന്ന് പറയുന്നത് റബ്ബ് തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള മഹാ അനുഗ്രഹമാണ്.
ഇങ്ങനെ ഒരു ശിക്ഷാ നിയമം ഇസ്ലാമിലില്ലെങ്കിൽ എന്തായിരിക്കും? എനിക്കിപ്പോൾ തോന്നിയ പോലെ എനിക്ക് സംശയമായിട്ട് തോന്നി, അപ്പോൾ തന്നെ ഞാൻ നാവെടുത്ത് വെടിയാട് പൊട്ടിച്ച് അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും തീപ്പെട്ടിക്കൊള്ളിക്ക് വന്നേക്കാരം. അടുത്ത വീട്ടിലെ പിന്നെ ഭാര്യയ്ക്ക് ചിലപ്പം കാലുകൊണ്ട് വെയ്യൂല, വീട്ടിലേക്ക് വരാം. അപ്പം ഇയാൾ ഭർത്താവിനെ പറഞ്ഞേക്കാരം ആ തീപ്പെട്ടിക്കൊള്ളിക്കോ ഒരു ഓലക്കൊടിക്കോ ഒക്കെ വന്നതായിരിക്കും. അങ്ങനെയൊക്കെ വരാറില്ലേ? അപ്പം പിന്നെ ഉടനെ തന്നെ നാവ് വലിച്ചു നീട്ടി എന്തും ചെയ്യാൻ പാടില്ല, പറയാൻ പാടുള്ളതല്ല, പരാതി പറയാൻ പാടുള്ളത്. അപ്പോൾ വ്യക്തമായ തെളിവ് വേണം അല്ലേ? ഇനി നോക്കൂ, ഒന്നുകൂടി തിരിച്ചു വരാം. അതുകൊണ്ടാണ് ഈ ഒരു ശിക്ഷാ നിയമം വെച്ചതിലുള്ള യുക്തി അതാണ്. ഞാൻ ഈ ശിക്ഷാ നിയമം ഇല്ലെങ്കിലോ ആളുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ പറയും. അത് നിർത്താനും കൂടിയാണ് ഇങ്ങനെ ഒരു ശിക്ഷ. എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹ് എത്ര കാരുണ്യവാനാ, എത്ര വലിയ കാരുണ്യവാനാണ് അള്ളാഹു. 80 അടിയല്ലേ വെച്ചിട്ടുള്ളൂ അല്ലേ? ആ 80 അടി എങ്ങനെയാണ്? ആ 80 അടീൻ്റെ സ്വഭാവം, മുറിവറ്റാൻ പാടില്ല, പിന്നെ എല്ല് പൊട്ടാൻ പാടില്ല, പിന്നെ തൊലിമ മാത്രം. ആലോചിച്ച് നോക്കൂ ആ 80 അടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ശിക്ഷാ നിയമം വെച്ചത് മനുഷ്യരായ നമ്മുടെ മാനം കാക്കാനാ, ആ അഭിമാനത്തിന് ക്ഷതം വരുത്താതിരിക്കാനാ. ആ അഭിമാനത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകുന്നു ഇസ്ലാം എന്ന് കാണിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു നിയമം വെച്ചിൽ. ഇനി ഒന്നുകൂടി നോക്കി, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി അല്ലേ? ആരാണ് ഈ മുഹ്സനത്ത് എന്ന് പറയുന്നത്? മുഹ്സനത്ത് എന്ന് പറയുന്നത് ആരാ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയണോ? ഇല്ല. മുഹ്സനത്ത് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ആ പദം ഉണ്ടാവുന്നത്? എന്തിനാ? അറബി പത്രമൊക്കെ വായിക്കുമ്പം എന്തഹു ഹിഫ്ലും ബർലമാനിയ എന്ന് പറയും. എന്താണ് എന്താ ഹിഫ്ലും ബർലമാനിയ? കേട്ടില്ല നിങ്ങൾ? സംസാരത്തിലൊക്കെ പറയും ലാലാ എന്തോ ഹിഫ്ലു ബർലമാനിയ എന്ന് പറയും. എന്താ? പാർലമെന്റ് സുരക്ഷ ഉണ്ടായാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അയാളേലും മന്ത്രിയായിരിക്കും, അയാൾക്ക് എന്തുണ്ടാവും? സുരക്ഷ ഉണ്ടാവും. അയാളെ പേരിൽ കേസ് എടുക്കണമെങ്കിൽ ആ സുരക്ഷ ആദ്യം നീക്കിയിട്ട് വേണം അയാളെ എങ്ങോട്ട് കൊണ്ടുപോകാൻ? പിന്നെ മഫറിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാതെ അയാളെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഇന്ദഹു ഹിഫ്ലുൻ ബർലമാനിയ. ആ ഹിഫ്ലിന് അവർ പറയാ ഹസാന എന്ന പദമാണ്. ഹസാനത്തുൻ ബർലമാനിയ എന്നാ പറയാ, ഹിഫ്ല് എന്നല്ല പറയാ. മനസ്സിലായോ? ഹസാനത്തുൻ ബർലമാനിയ എന്താണ് അപ്പം അതിൻ്റെ അർത്ഥം? അയാൾക്ക് പാർലമെന്റ് രക്ഷയുണ്ട്. ഒരർത്ഥം ഹിഫ്ല് എന്നാ ഒരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥം മൻ എന്നാ. അപ്പം രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം ഹിഫ്ല് ഭാഷയായിട്ട് വിവരിക്കുന്നത്. 2 മൻ. എന്താ മൻ അറിയാം? തടയാന്ന ശരിക്ക്. എങ്ങനെയാണ്? ഹസുൻ എന്നൊക്കെ പറയും. എന്താണ്? കോട്ട അല്ലേ? കോട്ട, മതില്. എന്തിനാ കോട്ട വെക്കണത്? ആ കോട്ടൻ്റെ ഉള്ളിലുള്ള എന്നെ രക്ഷിക്കാൻ. കോട്ടൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്, ഞാൻ ഹിസ്നിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ഹിസ്നുൽ മുസ്ലിം എന്നൊക്കെ രാവിലെ പ്രാർത്ഥിക്കണ എന്താ അദ്കാറിൻ്റെ ആ പുസ്തകം കണ്ടില്ല നിങ്ങൾ? അതെന്താ അതിൻ്റെ അർത്ഥം? ഒരു മുസ്ലിമിനെ എല്ലാ നിലക്കും അപകടത്തിൽ നിന്ന് കവചം ചെയ്യുന്ന ആ കോട്ടയാണത്. ആ പ്രാർത്ഥന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓനതൊരു കോട്ടയാണ്. എങ്ങനെ കോട്ട? ആ കോട്ടയിലുള്ള ആൾക്ക് പിന്നെ എന്തുണ്ടാവില്ല? അപകടം പറ്റൂല, അയാൾ സുരക്ഷിതനാണ്. ആ അർത്ഥത്തിന് ഹിസ്സ ഉപയോഗിക്കും. അതാണ് മൻ എന്ന് പറയുന്നത്. പിന്നെ നിയമപരമായ കോട്ടയാണ് ഇത് പിന്നെ എന്ത് പറയണത്? ഈ പാർലമെന്റ് അത്തരം കാര്യങ്ങളിലൊക്കെ പറയുന്നത് എന്തിനാണ്? ഹെഫ്ല് എന്ന് പറയുന്നത്. വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവില്ലേ, മന്ത്രിമാർ, അങ്ങനത്തെ പിന്നെ ഒരു പൗരപ്രമുഖന്മാർ, അവർക്കൊക്കെ എന്തുണ്ടാവും? ഇങ്ങനെ ഹിഫ്ല് ഉണ്ടാവും. അവിടെയൊക്കെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം ഹസ്വാന എന്നാണ്. ഈ പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഉപയോഗിച്ചത്. വല്ലദീന യർമൂന അൽ മുഹ്സനാത്തി അല്ലേ? മുഹ്സനത്തുകളായ ചാരിത്രവധികളായ എന്നാണ് ഇതിന് ഭാഷാന്തരം നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ
ഷറഇല ഇപ്പം ഇതുവരെ നമ്മൾ വിശദീകരിച്ച് ഭാഷാ പഠനമാണ്. ഇനി ഇസ്ലാമിക ശരീഅത്തിൽ ഷറഇൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ? ഒന്ന്, അഫീഫത്തായ സ്ത്രീ. എന്താ ഈ അഫീഫത്ത് അറിയണത്? അഫീഫത്ത് എന്ന് പറഞ്ഞത് അനുവദനീയമല്ലാത്ത പിന്നെ അനുയോജ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്ത്രീക്കാണ് എന്താ പറയുക? അഫീഫത്ത്. അനുയോജ്യമല്ലാത്ത പിന്നെ കാര്യങ്ങളിൽ നിന്ന് അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടിക്കുക, അങ്ങനെയുള്ള സ്ത്രീക്കാണ് എന്താ പറയുക? അഫീഫത്ത്. അപ്പം മുഹ്സനാത്തിൻ്റെ ഒരർത്ഥം അഫീഫത്ത്. രണ്ടാമത്തെ അർത്ഥം സ്വതന്ത്രയായ സ്ത്രീ, അടിമസ്ത്രീ അല്ല, സ്വതന്ത്രയായ സ്ത്രീ, അതും മുഹ്സനാത്തിൽപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഇസ്ലാം മുസ്ലിമത്തായ സ്ത്രീ. എന്താ മുസ്ലിമത്തായ സ്ത്രീക്ക് എങ്ങനെ മുഹ്സനത്താവുന്നത്? അയാൾ നേരത്തെ പിന്നെ ഇസ്ലാം അല്ലായിരുന്നു, മുസ്ലിം ആയതോടുകൂടി എന്ത് ചെയ്തു? ആ ഇസ്ലാം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ട പോലെ ഇങ്ങോട്ട് വളഞ്ഞു. അയാൾ പിന്നെന്താണ്? സുരക്ഷിതനാണ്. അതുകൊണ്ടാണ് മുഹ്സനത്ത് എന്ന് പറയാനുള്ള കാരണം. നാലാമത്തത് വിവാഹിതയായ സ്ത്രീ. എന്താ വിവാഹം ചെയ്യുന്നതിലൂടെ പിന്നെന്തായി? ഒരു മനുഷ്യൻ പൂർണ്ണമാകുന്നു അല്ലേ? വിവാഹം ചെയ്യുന്നവരെ പൂർണ്ണനല്ല. അപ്പോൾ വിവാഹത്തിലൂടെ പൂർണ്ണനാകുന്നു. വേണ്ടാത്ത വ്യഭിചാരം അത്തരം കാര്യങ്ങളൊന്നും ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീക്കാണ് എന്ത് പറയുക? മുഹ്സനത്ത് എന്ന് പറയാം. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിട്ട്. ഒന്ന് അഫീഫത്തായ, സ്വതന്ത്രയായ, പിന്നെന്താണ്? മുസ്ലിമത്തായ, പിന്നെ വിവാഹിതയായ അത്തരം സ്ത്രീകളെ, അതാണ് എന്ത് നമ്മൾ പറയുന്നത്? ചാരിത്രവതി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം സ്ത്രീകളെ ആരോപണം ചെയ്യുന്നവരാരോ അവർ. എന്നിട്ട് പറയാ സുമ്മലം യഅ്തു, പിന്നെന്താണ്? ബി അർബഅതി ശുഅദാ, എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യണം? ഫജ്ലിദൂഹും. നോക്കി നിങ്ങൾ, അർബഅതി ശുഅദാ, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ലേ? എന്താ അതിൻ്റെ ടെക്നിക്ക്? എന്തേനു? എങ്ങനെ പിന്നെ 4 ആൺകുട്ടികൾ 4 പെൺകുട്ടികൾ എന്നെങ്ങനെയാ പറയാ? അർബൗ ബനാത്തിൻ. ഇവിടെയാണ് ആൺകുട്ടികളാണെങ്കിലോ അർബാത്തു ഔലാദിൻ അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ഇത് എണ്ണൽ സംഖ്യ 1, 2, 3, 4 അങ്ങനെയുള്ള എണ്ണൽ സംഖ്യ അല്ലേ? ആ എണ്ണൽ സംഖ്യക്ക് നേരെ ഓപ്പോസിറ്റായി വരും ഏതാ? എണ്ണപ്പെടുന്ന ആ സാധനം. ആ പെൺകുട്ടികളാണെങ്കിൽ അവിടെ പെണ്ണാണെങ്കിൽ ഇവിടെ അർബാവ്, ഇതാണാണെങ്കിൽ ഇവിടെ പെണ്ണ്. അപ്പം ബി അർബഅതി ശുഹദാ, 4 സാക്ഷികൾ. ആ 4 ആരാവണം? ആണുങ്ങളാവണം അല്ലേ? അപ്പം 4 ആണുങ്ങളായ സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും, അള്ളാന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി കഴിഞ്ഞിട്ട് എന്താ കൊടുത്ത്? സുമ്മ. എന്തിനാ സുമ്മ? സാക്ഷി അപ്പം തന്നെ കൊണ്ടുവരണ്ട. കേസ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണ്ട? സാക്ഷിനെ കൊണ്ടുവരണ്ട. സാക്ഷി പിന്നെ കൊണ്ടുവന്നാൽ മതി. അതിനാ അള്ളാഹിൻ്റെ പ്രയോഗം സുമ്മ അല്ലേ? സുമ്മ കാലിൻ്റെ അടുത്ത് പിന്നെ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണ്ട? സാക്ഷിനിയായിട്ട് വരുമൊന്നും വേണ്ട. മറിച്ച് കേസ് വിചാരണ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? സാക്ഷിനെ കൊണ്ട്. അതാണ് സുമ്മ ലം യഅ്തു ബി അർബഅതി ശുഹദാ. എന്നിട്ട് പറയാ ഫജ്ലിദൂഹും, നിങ്ങൾ അടിക്കണം. ആരാണ് നിങ്ങൾ എന്നറിയണത്? അതിന് ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരികൾ അല്ലേ? നമ്മളൊക്കെ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ഇതിൽ കയക്കൂലേ? ആ നുവാബ് എന്നാണ് അതിന് പറയാം, ഹുക്കമാ അല്ലേ? ആ ഹുക്കാമുകളും നുവാബുകളുമാണ് എന്ത് ചെയ്യേണ്ടത്? ആ കാര്യം. അല്ലാതെ നമ്മൾ കാണോലൊക്കെ പോയി എറിയാൻ പാടില്ല. മറിച്ച് അതിനേൽപ്പിക്കപ്പെട്ട, നമ്മളെല്ലാവരും തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരാളുണ്ടാവും, അതിനൊരു അതോറിറ്റി ഉണ്ടാവും. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. എന്ത്? ഫജ്ലിദൂഹും, ഇവരെ അടിക്കണം. ഇവിടെ ഇപ്പം ആരോപണം പറഞ്ഞവരെ അടിക്കണം അല്ലേ? എത്ര അടി അടിക്കണം? 80 ജൽദ. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് ഇത്.
സ്വതന്ത്രയും അഫീഫും മുസ്ലിമുമായ ഒരു ആണിനെ പെണ്ണ് പിന്നെ ആരോപിച്ചാലും, ഇതുവരെ ഇപ്പം നമ്മൾ ഖുറാനിൽ പറഞ്ഞെന്താ, പെണ്ണിനെ ആരോപിക്കുക എന്നുള്ളതാ. എന്തേ ആണിനെ പറയാതെ പോയത്? ഞാൻ ഒരു പെണ്ണിനെ ആരോപിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു പെണ്ണിനെ ആരോപിച്ചു, അല്ലേ, വ്യഭിചാരാരോപണം നടത്തി. അപ്പം ആ വ്യക്തമായ തെളിവും ആ സാക്ഷികളും ഇല്ലെങ്കിൽ ആർക്കാണ് അടിയിട്ട? എനിക്കാണ് അടിയിട്ട. ഇനി പെണ്ണിനെ ആരോപിച്ചു, അതിനെവിടെ ഖുറാനിലെവിടെയും പറഞ്ഞിട്ടുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എന്തുകൊണ്ട് പെണ്ണിൻ്റെ കാര്യം പ്രത്യേകം ഖുർആൻ എടുത്തു പറയണം? ആരോപണം എന്ന കാര്യം പെണ്ണിന് ആകുമ്പോൾ അത് ഏറ്റവും അപകടം പിടിച്ചതാണ്. ആണിനെ ആരോപിക്കുന്നതിനേക്കാൾ പിന്നെ ദുർഘടമാണ് ഇത് പെണ്ണിനെ ആരോപിച്ച. നമ്മുടെ ഒരു മോളെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ ആരോപിച്ചാൽ എന്നെ ആരോപിക്കണേക്കാൾ പ്രയാസം എന്തായിരിക്കും? ആ പെണ്ണിനെ അല്ലെങ്കിൽ ആ മോളെ ആരോപിക്കുന്നതാണ്, മോളെ ആരോപണം നടത്തുന്നതാണ്, അല്ലേ? ആ കുടുംബാകെ ഛിദ്രതയിലാവും, അല്ലേ, കച്ചറയാവും. മാത്രമല്ല എത്ര കാലം ജീവിക്കണോ? എന്നാൽ ചിലപ്പോൾ ഭർത്താവ് കള്ളുടിയനായാലും ആ നാളുകൾ അത്ര കുറച്ചൊക്കെ കാലം പറഞ്ഞു നടക്കുമെങ്കിലും അത്ര മൈൻഡില്ല. പെണ്ണോ വേശ്യാവൃത്തി ഉണ്ടെങ്കിലോ ഒരൊറ്റ കുട്ടിയുടെ അടുക്കില്ല, അല്ലേ? ആലോചിച്ച്, രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളെ പ്രത്യേകം എടുത്ത് പറഞ്ഞ നിയമം ആർക്ക് ബാധകമാണ്? ആണിനും പെണ്ണിനും ബാധകമാണ് എന്നതാണ് എല്ലാ പണ്ഡിതന്മാരും തർക്കമില്ലാതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആണ് പിന്നെ ഇത് ആരോപണം നടത്തിയാലും പിന്നെ പെണ്ണ് ആണിന് ആരോപണം നടത്തിയാലും ഇതേ അടിക്കണം എന്നുള്ളതാണ്. ഇനി മറ്റ് ചില പണ്ഡിതന്മാരുടെ അർത്ഥം വല്ലദീന യർമൂനൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ് മാത്രമല്ല, പിന്നെ ശുദ്ധമായ ശരീരം എന്നുള്ളൂ. ശുദ്ധമായ ശരീരം എന്ന് പറഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉണ്ടാവില്ലേ, അതാണ് മുഹ്സനാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നാലാമത്തത് ശുദ്ധമായ ഗുഹ്യസ്ഥാനമാണ്, അതാണായാലും പെണ്ണായാലും, ആണായാലും കളങ്കമില്ലാത്ത പിന്നെ ആ ഗുഹ്യസ്ഥാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാം. അതിലേക്കൊന്നും നമുക്ക് അങ്ങോട്ട് വല്ലാതെ പോണ്ട. അപ്പോൾ ഇനി ആരോപണം ഞാൻ നടത്തി, ആരോപണം നടത്തണമെങ്കിൽ എന്നിൽ ചില ഷർത്തുകളുണ്ട്, ഫുഖഹാക്കൾ വെച്ച ഷർത്ത്. ഫുഖഹാക്കൾ എങ്ങനെ ഷർത്ത് ഉണ്ടാക്കണേ? ഈ ഷർത്തും വാജിബും പിന്നെ ആ നിയമങ്ങളൊക്കെ എങ്ങനെ വരുന്നതാ? ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിദാനശാസ്ത്രമുണ്ട്. നിങ്ങൾ ഉസൂലുൽ ഹദീസൊക്കെ നമ്മളെ തെർബിയത്ത് ക്ലാസ് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അതേപോലെ കർമ്മശാസ്ത്രം മനസ്സിലാക്കാനുള്ള ഒരു നിദാനശാസ്ത്രത്തിൻ്റെ പേരാണിത് ഉസൂലുൽ ഫിഖ്. ആ ഉസൂലുൽ ഫിഖിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ട്? ആരോപണം പറയുന്ന ആൾ, ഇപ്പം ഞാനാണ് ആരോപണം പറയണമെങ്കിൽ ഞാൻ കാദിഫ്, ഞാൻ ആരെയാണോ ആരോപണം പറയണതെങ്കിൽ അതെന്താണ്? മക്സൂഫ്, അല്ലേ? ഞാൻ ഒരു സ്ത്രീ ആരോപിച്ചു, അപ്പം ഞാൻ കാദിഫാണ്. ഞാൻ ആരോപണം പറയുന്ന ആ സ്ത്രീ മക്സൂഫാണ്. പിന്നെ ആരോപണം പറയപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും, അതാണ് മക്സൂഫും ബിഹി എന്നും ഉണ്ടാവും. അപ്പം 3 കാര്യം ഉണ്ടാവും. ഒരു ആരോപണം പറയുമ്പോൾ പറഞ്ഞ ആളുണ്ടാവും, പറയപ്പെട്ട ആളുണ്ടാവും, എന്തൊരു കാര്യമാണോ ആ കാര്യം. ആ പറയുന്ന ആൾക്ക് പണ്ഡിതന്മാർ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. എന്താണ് ആ നിബന്ധന? 1, അയാൾ പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം. ഞാൻ ഇപ്പം 5 വയസ്സായപ്പോൾ പിന്നെ അപ്പം അമ്മൻ്റെ അടുത്ത് പിന്നെ ഇയാളുണ്ടായിനി, പിന്നെ കാക്ക വന്നീനി എന്ന് പറഞ്ഞാൽ അത് ആരോപണം തന്നെയല്ലേ? അത് ആരോപണം തന്നെയല്ലേ? പക്ഷേ എന്താണ്, അത് ആരോപണമായി സ്വീകരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന്. പിന്നെ രണ്ടാമത്തത് ആക്കിലാവണം. ഞാനത്ര ബോധമുള്ള ആളൊന്നുമല്ല, ഒരു ബുദ്ധിയുള്ള ആൾ. ഞാൻ എന്താ പറയുക, സഫീഹാണ്. എന്താ അതിന് പറയാ? ഭ്രാന്ത് നല്ല ഒരു ബുദ്ധിയില്ലാത്ത അവസ്ഥയല്ലേ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട്. ഇവിടെ കുവൈത്തിൽ കഷ്ടം പോലെ ഉണ്ടല്ലോ, നിങ്ങളുണ്ടില്ലേ? മന്ദബുദ്ധി, ഇല്ലേ? മന്ദബുദ്ധി. അങ്ങനത്തെ ആൾ പറഞ്ഞാൽ സ്വീകരിക്കൂല. ഭ്രാന്തല്ല, ഭ്രാന്ത് വേറെ തന്നെ. അപ്പം അതും കൂട്ടില്ല. അപ്പം പിന്നെ ആരോപണം നടത്തുന്ന ആൾക്ക് ചില ഷർത്തുകളുണ്ട്. അയാൾ പ്രധാനപ്പെട്ട ബാലികായിരിക്കണം, ആക്കിലായിരിക്കണം, സമൂഹത്തിൽ പിന്നെ അറിയപ്പെട്ട ആൾ. അറിയപ്പെട്ടെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന ആൾ,
ചിലപ്പോൾ എന്നും ഇങ്ങനെ പിന്നെ തെറ്റും ചെയ്ത് കള്ളും കുടിച്ചടക്കണ ഓനൊന്നും കൂട്ടൂല. നമ്മളിപ്പോൾ ഒരു നല്ലതെന്ന് പറയണില്ലേ, ആ കൂട്ടത്തിൽ പെട്ട ആളാവണം. എന്നും കള്ളു കുടിയാനാണെങ്കിൽ കുറേ വലുതായിട്ട് ഇയാൾ പറയും അന്ന് എന്നെ കണ്ടപ്പോൾ അങ്ങനേനി അതൊന്നും കൂട്ടൂല. പിന്നെ ആക്കിലായിരിക്കണം, അത് പറയേണ്ടിയില്ലല്ലോ, ആക്കിലായിരിക്കണം. പിന്നെ മുസ്ലിമായിരിക്കണം. ആ മുസ്ലിങ്ങൾ ആരോപിച്ചിട്ട് കാര്യമല്ല. പിന്നെ അഫീഫൻ അനി സിന, പിന്നെ സിന ഒന്നും ചെയ്യാത്ത ഒരാളായിരിക്കണം. അങ്ങനെ ആയാലേ എന്ത് ചെയ്യുള്ളൂ, പിന്നെ ആ എറിയ എന്നുള്ളത് കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിൽ എന്നാലേ അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പം ഒരു അടിമയെ ഒരാൾ ആരോപണം നടത്തിയെന്ന് കൂട്ടുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ മറ്റ് ചില പണ്ഡിതന്മാരൊക്കെ പറയണത് ഒരു മജ്നൂനായ ആള്, പിന്നെ ഒരു മജ്നൂനായ ആളല്ല, ഇപ്പോൾ എൻ്റെ ഭാര്യ അത്ര ഒരു ബുദ്ധിയില്ലാത്ത ഒരു ലെവലിലുള്ള പെണ്ണാണെന്ന് കൂട്ടാം. അപ്പം നമ്മളെ എന്ത് കൂട്ടും, അത് ശരിക്കും ബുദ്ധിയില്ലല്ലോ അല്ലേ, അങ്ങനെ ആക്കണ്ടായിക്കൂടെ. വിവാഹം കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ ഓരോ മുത്തലിബ് കൊടുക്കണ ഓരോ വയറ് കണക്ഷനാണ്. ഒരു കണക്ഷനാട് പോയാൽ നിങ്ങൾ ആ ബുദ്ധിയൊന്നും പിന്നെ ഉണ്ടാവില്ല, ഓർമ്മശക്തിയൊന്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയൊക്കെ വരാം, അങ്ങനെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒരു പ്രസവം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ, ഒരുപാടുണ്ട് അല്ലേ. 1 2 പ്രസവമൊക്കെ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയൊക്കെ ചിലപ്പം. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീയെ, ശരിയായ ബുദ്ധി വർക്ക് ചെയ്യാത്ത അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ആരോപണം നടത്തിയാൽ, അപ്പം ആ സ്ത്രീ മജ്നൂനൽ, പിന്നെ ആക്കിൽ എന്ന അവസ്ഥയിൽ നിന്ന് താഴെയാണല്ലോ ഉള്ളത്. അങ്ങനെ ആയാൽ അയാൾക്ക് ഹദ് നടത്തണോ നടത്തണ്ടേ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറയുന്നത് നടത്തണം. കാരണം എന്താ, അവിടെ പ്രശ്നം അഭിമാനമാണ്. എൻ്റെ ഭാര്യ, ആ അഭിമാനമാണ്. ഭാര്യയ്ക്ക് മാത്രമല്ല നിങ്ങൾ ആരോപണം പറഞ്ഞതിലെ പ്രശ്നമല്ലേ, ഭർത്താവായ എനിക്കുണ്ട് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹദ് നടത്തണം എന്നതാണ് ആര് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നിയമത്തിൽ നിന്ന് ഒരു ഇസ്തിസ്ന, എവിടെ ഫുഖഹാക്കളുടെ ഇടയിൽ ഒരു ചെറിയ ഇത്. ഇനി പിന്നെ ഒരു ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയാണെങ്കിലും അവരെ ജിമായി ചെയ്തിട്ട് പിന്നെ ആ പ്രായത്തിനൊരു ഇതുണ്ടല്ലോ, ആ രൂപത്തിലാണെങ്കിലും എന്ത് ചെയ്യണം, എന്നാൽ സുബി തന്നെയാണ്, അങ്ങനെയുള്ളതാണെങ്കിലും എന്ത് ചെയ്യണം, ഹദ് നടത്തണം. കാരണം എന്താ, ആ കുട്ടികളെ കളങ്കപ്പെടുത്തിയാൽ അത് ഏറ്റവും വലിയ കളങ്കമായിട്ടാണ് പിന്നെ ഇതാക്കണത്. വളർന്നു വരുന്ന ഒരു പൂമുട്ട് അതടി വെട്ടിട്ടാൽ ആ മരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂലേ. നമ്മൾ നനച്ചുണ്ടാക്കിയ ചെടി ഒരു പൊട്ടം വന്നിട്ട് അതിൻ്റെ തൂമ്പാട് വലിച്ചിട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. തെളിവില്ല ഇതിൽ ഉണ്ട്. എങ്ങനെ ഉണ്ടാവും, ഒന്നാകെ ലൈറ്റ് പോവില്ലേ, പോവും അല്ലേ. ഇതേപോലെയാണ് ചെറിയ കുട്ടികളെ പോയിട്ട് ഈ പണി ചെയ്തു എന്ന് ആരോപണം നടത്തുമ്പോൾ കുടുംബത്തിൻ്റെ ഒന്നാകെയുള്ള ലൈറ്റാട് പോവും. അപ്പം അങ്ങനത്തെ രംഗത്തും ഹദ് നടത്തണം എന്നാണ് ആര് പറയണത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഇത് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയും പിന്നെ ഈ നിയമം ആർക്ക് നടത്തണം. അപ്പം ഞാൻ ആരോപിക്കുകയാണെങ്കിൽ എനിക്കല്ലേ ഇപ്പം നിയമം നടത്തേണ്ടത്. ഹദ് 80 അടി ആരടിക്കേണ്ടത്, ഞാനിപ്പോൾ ഇയാളെ ആരോപിച്ചു സപ്പോസ് അല്ലേ, എൻ്റെ അടുത്ത് തെളിവുമില്ല, ആ തെളിവില്ലാത്ത 4 സാക്ഷികളില്ല, അപ്പം അടിയിട്ടായിരിക്കാം എനിക്കാ. പക്ഷെ ഞാനെന്താണ്, ചെറിയ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ബുദ്ധിയില്ല, ആക്കിൽ നിന്ന അവസ്ഥയിൽ നിന്ന് താന്നന്. നേരത്തെ എനിക്ക് ഉണ്ടായിന് എന്തോ ഒരു ഓപ്പറേഷൻ കാരണം എൻ്റെ അത് പോയി. അങ്ങനെ ആയാൽ പിന്നെ ആരോപിക്കപ്പെടുന്ന ആൾ കേട്ടോ, ബുദ്ധിയില്ല, അയാൾക്കെന്തോ കുറവുണ്ട്. അങ്ങനെ ആയാലും എന്ത് ചെയ്യണം, മക്സൂഫ് ആരോപിക്കപ്പെടുന്ന ആള് പിന്നെ എന്തെങ്കിലുമൊക്കെ അക്കലിന് വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യണം, അടിക്കണം. നേരത്തെ നമ്മൾ പൊതുനിയമം പറഞ്ഞപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞത്, മജ്നൂന് വേണ്ടെന്നല്ലേ പറഞ്ഞത്, ആക്കിലല്ലാത്തവർക്കൊന്നും വേണ്ടെന്ന്. പക്ഷെ ഇത്തരം രംഗത്ത് പിന്നെ ഹദ് നടപ്പാക്കണം എന്നാണ് ആര് പറയുന്നത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നത്. ഇനി ചിലപ്പോൾ മുസ്ലിമായ
ഭർത്താവിന് അഹ്ലി കിതാബ് പെട്ട ഭാര്യ ഉണ്ടാവും, അങ്ങനെയല്ലേ? ഉണ്ടാവും. ഞാൻ ആരായിരിക്കും? മുസ്ലിമാവും. എൻ്റെ പെണ്ണാരാണ്? ക്രിസ്തീയ സ്ത്രീ ആയിരിക്കും, അല്ലേ? എന്നാൽ ആദ്യം പറഞ്ഞ പൊതുനിയമപ്രകാരം ഈ സ്ത്രീയെ ആരോപിച്ചാൽ എന്തില്ല? ഹദ്ദില്ല. കാരണം മുസ്ലിം അല്ല, അഹ്ലി കിതാബ് പെട്ടതാണ്. ഹദ്ദില്ലല്ലോ ആദ്യം പൊതു നിയമം പറഞ്ഞപ്പോൾ, ഇല്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറയണത്, സുഹരി, സയ്യിദ് ഇബ്നു മുസയ്യബ് പോലുള്ള ആളുകൾ പറയണത്, അഹ്ലി കിതാബ് പെട്ട എൻ്റെ ഭാര്യയെ ആരോപണം നടത്തിയാലും, ഞാൻ മുസ്ലിമാണ്, എൻ്റെ ഭാര്യ അഹ്ലി കിതാബ് പെട്ടാണ്, ആ അഹ്ലി കിതാബ് പെട്ട ഭാര്യ ആരോപണം നടത്തിയാലും എന്ത് ചെയ്യണം? ഹദ് നടപ്പാക്കണം. കാരണം എന്താണ്? ആ കുട്ടികളുടെ പവിത്രത, ഈ ഒരു ആരോപണം നടത്തിയ ഉമ്മൻ ആരോപണം നടത്തിയ പിന്നെ കുട്ടികളുടെ അവസ്ഥ എന്താവും? അതുകൊണ്ട് ആ കുട്ടികളുടെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ അവിടെ ഹദ് നടപ്പാക്കണം എന്നാണ് ചില പണ്ഡിതന്മാർ. എന്നാൽ എല്ലാവരും അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇനി ചിലപ്പോൾ കുട്ടികളൊന്നുമില്ല എന്ന് കൂട്ടുക, കുട്ടികളൊന്നുമില്ല, ഭാര്യയും ഭർത്താവുള്ളൂ, എന്നാലും ഹദ് നടപ്പാക്കണം എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഇതൊക്കെ കീലകളാണ് കേട്ടോ. കാരണം എന്താ പറയുന്നത്? ആ ഭർത്താവിൻ്റെ അഭിമാനത്തിനാണ് അവിടെ ക്ഷതം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു നിയമം, മനുഷ്യൻ്റെ കറാമത്തിന്, മാന്യതയ്ക്ക്, അഭിമാനത്തിന്, എർലിന് എന്തെങ്കിലും കോട്ടം പറ്റുന്ന, അതുമൂലം ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറാൻ പോകുന്ന രംഗത്താണെങ്കിൽ അത് എന്ത് ചെയ്യണം? അവിടെ ഹദ് നടപ്പാക്കണം എന്നതാണ് ചില പണ്ഡിതൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു. ഇനി ഒരു അടിമ, ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഒരാളുടെ വീട്ടിൽ ഒരു അടിമ ഉണ്ട്, ജോലിക്കൂട്ട, ആ അടിമ പോയിട്ട് സ്വതന്ത്രനെയോ അല്ലെങ്കിൽ സ്വതന്ത്രയായ സ്ത്രീയോ ആരോപണം നടത്തി. അപ്പം അടിമ ആരോപണം നടത്തിയാൽ എന്തില്ല? ശിക്ഷ ഇല്ലല്ലോ. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞ് ശിക്ഷ നടപ്പാക്കണം. കാരണം എന്താ? പകുതി എങ്ങനെ? ഇപ്പം പകുതി 80 അടി എങ്ങനെ എന്താക്കുക? എന്നാൽ എറിഞ്ഞു വല്ലതാണെങ്കിലോ മറ്റേതില്ലേ? പകുതിയുമില്ല. ആ ഒരു ചിന്താവിഷയമാണ്, അവിടെ എത്തുമ്പോൾ പറയൂ കേട്ടോ. അപ്പം 40 അടി അടിക്കുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. എന്നാൽ മറ്റു ചിലർ സാധാരണ എന്താണോ ഹദ്ദുള്ളത് ആ ഹദ് തന്നെ ചെയ്യണം എന്ന് പറയുന്നതും കാണാം. പിന്നെ ഇതൊക്കെ ഇപ്പോൾ വ്യക്തമായി ആരോപണം നടത്തുമ്പോഴാണ്. ഇനി ചിലപ്പോൾ സൂചനയിലൂടെ ഇപ്പോൾ എങ്ങനെ വ്യക്തമായി? യാ ജാനി, യാ ജാനിയത്ത് എന്നുള്ള വ്യക്തമായി, അല്ലെങ്കിൽ യാ വലദ് സിന, വിചാരിൻ്റെ പുത്രിയെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള വ്യക്തമായി സ്വരീഹായിട്ട് പറഞ്ഞു കൊടുത്താണ് ഈ നിയമം. ഇനി ചിലപ്പം സൂചനയിൽ പറയും. എങ്ങനെ സൂചിപ്പിച്ച് പറയാമെന്നറിയണത്? ആശയം കിട്ട് വ്യക്തമാവില്ല, എന്നാലോ അതിൻ്റെ ഉള്ളിലുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ കച്ചറ ഉണ്ണതിൻ്റെ ഇടയിൽ ഞാൻ ഇയാളോട് പറഞ്ഞു, എടാ ഞാനേ വ്യഭിചാരം ചെയ്ത ഉമ്മാൻ്റെ കുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു ചെറിയ സൂചന ഉണ്ട്, വ്യഭിചാരം ചെയ്തോ എൻ്റെ ഉമ്മ എന്നൊരു അങ്ങനെയുള്ള ചില വാക്കുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളതിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് യാ ഫാജിർ, യാ ഫാസിഖ്, യാ ഹബീസ് എന്നൊക്കെ പറയണ, അല്ലെങ്കിൽ അത്തരം സൂചനകൾ വരുന്ന ഇതിനെന്ത് ശിക്ഷ ഹദ് നടപ്പാക്കണോ നടപ്പാക്കണ്ടേ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അവിടെയും പറയണത് എന്താണ്? ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിക്ഷ അത് കുറച്ച് ഗൗരവമുള്ളതാണ്, അല്ലേ? അതിന് തെളിവെന്തായാൾക്ക്? മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ 2 ആടുംകൊട്ടും അസഭ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു. 2 കച്ചറ കൂടി അസഭ്യം പറഞ്ഞു. അപ്പോൾ അസഭ്യം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ അതേപോലെ, അനബിസാനിൻ, ഞാൻ വ്യഭിചാരിയല്ല, വല ഉമ്മി ബിസാനിയ, എൻ്റെ ഉമ്മയും വ്യഭിചാരി വേശ്യാവൃത്തി ചെയ്തോളൊന്നല്ല എന്ന് ആടുകൊട്ട് അസഭ്യം പറഞ്ഞപ്പോൾ തല്ലൂടിയപ്പോൾ പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു, സഹാബത്തിനോട് കൂടിയാലോചന നടത്തി. കൂടിയാലോചന നടത്തിയപ്പം ചില സഹാബത്ത് പറഞ്ഞു, അയാൾ
പിന്നെ അയാളെ വാപ്പനെയും ഉമ്മനെയും പ്രശംസിച്ചതാണ്, വ്യഭിചാരിയല്ല എന്ന് പ്രശംസിച്ചതാണ് എന്ന് ഒരു കൂട്ടം സഹാബികൾ പറഞ്ഞു. മറ്റൊരു കൂട്ടം പറയുന്നത് പ്രശംസിക്കാൻ മദ്ഹ് ചെയ്യാൻ എന്തൊക്കെ പദമുണ്ട്, ഈ വ്യഭിചാരത്തിൻ്റെ പദം എടുക്കണോ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? 80 അടിയടിക്കാൻ വേണ്ടി നിയമം നടപ്പാക്കി എന്ന്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ കുറച്ച് കർശനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പം എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? 80 അടി അടിക്കണോ അടിക്കണ്ടെന്നില്ല. ഇത്തരം പിന്നെ ആ വാക്കുകൾ തന്നെ സൂചന നൽകുന്ന വാക്കുകൾ മനുഷ്യൻ്റെ കറാമത്തിന്, മാന്യതക്ക്, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്കുകൾ തന്നെ പരസ്പരം അസഭ്യം പറയുമ്പോഴോ തല്ലുകൂടുമ്പോഴോ കച്ചറ കൂടുമ്പോഴോ പറയാൻ പാടുള്ളതല്ല എന്ന് അത് എന്നാൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം കേട്ടപ്പോൾ പറഞ്ഞു, അത് അയാൾക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഹദ് നടപ്പാക്കേണ്ടതില്ല. മനസ്സിലായോ? മനസ്സിലാവുണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ? അപ്പം നിങ്ങൾ എവിടേക്ക് വരണം? വല്ലദീന യർമൂനൽ മഹ്സനാത്തി സുമ്മലം യഅ്തു ബിഅർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ. അതാണ് നമ്മളെ വിഷയം. മനസ്സിലായില്ലേ? എന്നാൽ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ആളുകളും ഇമാം ഷാഫി പോലുള്ള ആളുകൾ ഇങ്ങനെ സൂചന പറയുന്നിടത്ത് എന്ത് ചെയ്യേണ്ടതില്ല, ഹദ് നടപ്പാക്കേണ്ടത്. അതാണ് നല്ല അഭിപ്രായം. കാരണം സൂചനയൊക്കെ പറഞ്ഞ് ഹദ് നടപ്പാക്കാൻ അതിന് സമയം ഉണ്ടാവും അല്ലേ. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ മുഖ്താറായ അഭിപ്രായം അത്തരം കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, സൂചന നടത്തേണ്ടതില്ല. ഇനി മറ്റൊരു പ്രശ്നം, ലൂത്തിന് ലുവാത്തത്തി എന്താ പറയല്, എന്ത് സ്വവർഗെ അങ്ങനെ ഒരു സാധനമില്ലേ? ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാളെ ലൈംഗിക വൃത്തിയിൽ അതിനെ ഹദ് അടപ്പാക്കണോ വേണ്ടേ? സമയം കഴിഞ്ഞണോ? നമുക്ക് ബാക്കി പിന്നാക്കാം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിച്ചു വരിക. എന്നാൽ സ്വവർഗരതി എന്നൊക്കെ അല്ലേ അതിന് പറയല്? അതിന് ഹദ് വേണോ വേണ്ടേ? അതോ പിന്നെ ശരിക്കുള്ള പിന്നെ രൂപത്തിലുള്ള അതിന് മതിയോ? അപ്പോൾ അതൊരു ചർച്ചാ വിഷയമാണ്. അമലു കൗമുലൂത്ത് എന്നാണ് അതിന് പറയാറുള്ളത്. അതിന് പിന്നെ വേണ്ട എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്നാൽ അദബ് പഠിപ്പിക്കാൻ എന്നുള്ള നിലയ്ക്ക് ചില ശിക്ഷകൾ കൊടുക്കണം അയാൾക്കും എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഉണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, 80 അടി മാത്രമാണോ അവർക്കുള്ളത്? അല്ല. രണ്ടാമത്തത്, അവരുടെ ഷഹാദത്തൊരിക്കലും വലാ തഖ്ബലു എന്താണ് ആയത്ത്? വലാ തഖ്ബലു ഷഹാദത്തൻ, ആയത്ത് എങ്ങനെ? വലാ തഖ്ബലു ലക്കും ഷഹാദത്തൻ അബദ. അവരോട് ഒരിക്കലും സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല. അവരുടെ സാക്ഷ്യം ഒരു കാലഘട്ടത്തും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അതിന് ഇസ്തിസ്നുണ്ട്, താഴെ ആയത്തിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ശിക്ഷ ഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരെ ഫാസിഖീങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ടെന്നാ. എന്താ? അവരാണ് ഫാസിഖീങ്ങൾ. എന്താ ഈ ഫാസിഖ് അറിയണത്? എന്താ ഈ തമ്മാടി അറിയണത്? തമ്മാടി അറിയണ എന്താ? ആ ഭാഷ എന്താ ഫാസിഖ് പറഞ്ഞാലേ? ഒന്ന് വ്യഭിചാരം ചെയ്തതിന് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസക്ക എന്ന് പറഞ്ഞാൽ ഭാഷയാണ് കേട്ടോ വിവരിക്കണത്. പിന്നെ കാരക്കണ്ടില്ല നിങ്ങൾ? അത് ഉണങ്ങിയാൽ അതിങ്ങനെ കുലുക്കിയൊക്കെയാണ്. എന്താ? കുലുങ്ങേ ഉള്ളൂ. എന്നാൽ പച്ചയാണോ നേരത്തോ? കുലുങ്ങൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടിന്നോ കുരു നിങ്ങൾ പറയല്? അണ്ടി കുരു. നമ്മുടെ നാട്ടിൽ അണ്ടി പറഞ്ഞ വേറെ അർത്ഥമുണ്ട്. അണ്ടിയും അല്ലെങ്കിൽ കുരു തൊലിയും തമ്മിൽ വേറിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? വേറിട്ട് നിൽക്കുന്ന അവസ്ഥക്ക് എന്ത് പറയും? ഫുസൂഖ്. രണ്ടാമത്തൊന്ന്, വിത്ത് മുളച്ച് പുറത്തേക്കിട്ട് ചാടൂലേ? ഏതൊരു വിത്ത് മുളച്ചിട്ട് പുറത്തേക്ക് ചാടൂലേ? അതിനും എന്ത് പറയും? ഫസഖ് എന്ന് പറയും. ഇവിടെ സാങ്കേതികമായി ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന സർക്കിളുണ്ട്. ഇതൊരു സർക്കിളാണ് അല്ലേ? ആ ഇസ്ലാം എന്ന സർക്കിളിൻ്റെ പുറത്തേക്ക് ചാടുക. ഈ വിത്ത് മുള പുറത്തേക്ക് ചാടുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ അതിനോട് ഒട്ടിക്കാതെ ഇങ്ങനെ കുലുങ്ങിക്കുക. ഈ കാരക്കുരു പിന്നെ കുലുങ്ങണ പോലെ ആടും ഇങ്ങോട്ടും ചാടുക. ഇതാണ് ഒരു ഫാസിക്കിൻ്റെ സ്വഭാവം. ഓ മുസ്ലിമാണോ?
ഓ ഇസ്ലാമിൽ നിന്ന് പുറത്താ, ഇസ്ലാമിൻ്റെ നിയമമൊന്നും സ്വീകരിക്കൂല, അതിന് പുറത്താ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓ അങ്ങനെ കുലുങ്ങി കളിച്ചു കൊടുക്കും അല്ലേ. അപ്പം ഇതെന്താണ്, ഒരു പിന്നെ വലിയ അപകടം പിടിച്ച സംഗതിയാണ് ഫാസിഖ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ എന്ന കാര്യമാണത് അല്ലേ. അപ്പം അതുകൊണ്ട് അവന് വിളിക്കേണ്ട പേര് ഫാസിഖ് എന്നാണ്, അധർമ്മകാരി, ധിക്കാരി, പല തഫ്സീറും കൊടുത്തിട്ടുണ്ടാവും മലയാളത്തിൽ. അപ്പം അതിൻ്റെ കുട്ടൻസ് ഇതാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക അല്ലേ. അപ്പം നോക്കി നിങ്ങൾ, ഒരു ആരോപണം നടത്തിയതിൻ്റെ പേരിൽ 80 അടി മാത്രമല്ല, അയാളുടെ സാക്ഷ്യം തന്നെ സ്വീകരിക്കാതിരിക്കുക മാത്രമല്ല, അയാൾ ഫാസിഖ് എന്ന ഗണത്തിൽ ഉൾപ്പെട്ടു പോയി അല്ലേ. ഇതിനേക്കാൾ ഇനിയിപ്പോൾ ദുനിയാവിൽ എന്താ കിട്ടാല്ലേ ശിക്ഷ, ആലോചിച്ച് നോക്കൂ. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു. നമ്മളൊരു കൂട്ടുകാരൻ യൂസുഫ് കാമംഗലാപുരം, അയാളുടെ ഉമ്മക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ട്. നിങ്ങളൊക്കെ ആ രോഗം പെട്ടെന്ന് ശിഫയാൻ വേണ്ടിയിട്ട്